Good morning, ma'am. Good morning. Good morning, ma'am. Good morning, all. Good morning, ma'am. Good morning, ma'am. Morning, ma'am. Okay. ഞാൻ ഇന്നലെ ഇതിൽ ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നല്ലേ? ഫസ്റ്റ് നമുക്ക് പ്രെയർ ഇട്ടാ. പ്രെയർ ആരാണ്? ഞാനാണ് മാം. അതായത് സുധു. ഓക്കെ, പ്രസ് ചെയ്തോളാം. ദൈവമേ നിൻ പാദപൂജ ചെയ്തിടുവാനെനിക്കുള്ളിൽ ഇന്നും അറിയാതെ തോന്നണമേ. ദൈവമേ നിൻ പാദപൂജ ചെയ്തിടുവാനെനിക്കുള്ളിൽ ഇന്നും അറിയാതെ തോന്നണമേ. അച്ഛനെന്നും അമ്മയെന്നും ഗുരുവെന്നുമുള്ളവരെ സ്നേഹമോടെ കണ്ടിടുവാൻ തോന്നണമേ. അച്ഛനെന്നും അമ്മയെന്നും ഗുരുവെന്നുമുള്ളവരെ സ്നേഹമോടെ കണ്ടിടുവാൻ തോന്നണമേ. ദൈവമേ നിൻ പാദപൂജ ചെയ്തിടുവാനെനിക്കുള്ളിൽ ഇന്നും അറിയാതെ തോന്നണമേ. സത്യമാണു ദൈവമെന്നും നീതിയാണു ദൈവമെന്നും സ്നേഹമാണു ദൈവമെന്നും തോന്നണമേ. സത്യമാണു ദൈവമെന്നും നീതിയാണു ദൈവമെന്നും സ്നേഹമാണു ദൈവമെന്നും തോന്നണമേ. ദൈവമേ നിൻ പാദപൂജ ചെയ്തിടുവാനെനിക്കുള്ളിൽ ഇന്നും അറിയാതെ തോന്നണമേ. താങ്ക് യു മാം. വളരെ മനോഹരമായിരുന്നു കേട്ടോ. താങ്ക് യു മാം. ഈ സൈനിങ് ആരാണ്? Quote of the day, ma'am. ഓക്കേടാ. Okay. Air provides enough to satisfy every man's need, but not every man's greed. Mahatma Gandhi. Thank you, ma'am. ഗുഡ് മോർണിംഗ് മാം. സൈനിങ് ഞാനാണ്, ധന്യ ഫ്രം പാലക്കാട്. ഓക്കെ, നമുക്കൊരു 5 GK ക്വസ്റ്റ്യൻസ് വെറുതെ പറഞ്ഞു പോവാം. നമ്മുടെ സംസ്ഥാന പുഷ്പം കണിക്കൊന്ന, സംസ്ഥാന വൃക്ഷം തെങ്ങ്, സംസ്ഥാന മൃഗം ആന, കേരള സംസ്ഥാനം നിലവിൽ വന്നത് 1956 നവംബർ 1, കേരളത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരം. നമുക്ക് കുട്ടികളിൽ ഒരു 5 ക്വസ്റ്റ്യൻ വെച്ച് ഡെയിലി നമുക്ക് പറഞ്ഞു കൊടുത്താൽ ഈ സമയത്ത് വേഗം കയറും ടീച്ചർ. മോൾക്കൊക്കെ ചെയ്യുന്നതാണ്, അതുകൊണ്ടാണ്. ഓക്കെ, ഞാനൊരു റൈമല്ല ആക്ഷൻ സോങ് ചെറുതായി ചെയ്യാം, വലുതായി പാടുന്നില്ല ഞാൻ. ഓക്കെ, ബേബി ഷാക്ക് ടു 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 ടു, ബേബി ഷാക്ക് ടു 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 ടു, ബേബി ഷാക്ക് ടു 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 ടു, ബേബി ഷാക്ക്. Mommy shark do 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 do, mommy shark do 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 do, mommy shark do 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 do, mommy shark. Daddy shark do 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 do, daddy shark do 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 do, daddy shark do 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 do, daddy shark. Grandma shark do 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 do, grandma shark do 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 do, grandma shark do 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 do, grandma shark. Grandpa shark do do do, let's clap. Grandpa shark do 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 do, grandpa shark do 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 do, grandpa shark do 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 do, grandpa shark. Let's go play do 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 do, play do 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 do, play do 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 do, let's go play. Run away do 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 do, do 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 do, do 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 do, run away. Hungry shark do 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 do, hungry shark do 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 do, hungry shark do do do, hungry shark.
Feed the shark, feed the shark, feed the shark, feed the shark. It's the ant, do 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 do. It's the ant, do do do. It's the ant. Thank you, ma'am. വളരെ മനോഹരമായിരുന്നു. ഭയങ്കര എനർജറ്റിക് ആയിട്ടാണ് പറഞ്ഞത്. Thank you. നല്ല പ്രസന്റേഷൻ ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾക്ക് ഭയങ്കര എനർജറ്റിക് കേൾക്കുന്നത് രാവിലെ മോർണിംഗ് വണ്ടിയോട് കൂടിയൊക്കെ വന്നിരിക്കുകയായിരുന്നു എല്ലാവരും ബാക്കിയെല്ലാവരും അല്ലേ? അല്ല, ഇതിൽ കുറെ എന്നൊക്കെ പറയുമ്പോ കുട്ടികൾക്ക് അറിയണ്ട്. എന്റെ മോള് ഇപ്പൊ 3.25 വയസ്സാ. അവള് വൃത്തിയായി ചൊല്ലുന്നുണ്ട്. അവൾക്ക് അറിയണ്ട് ഡാഡി, മമ്മി, ഗ്രാൻഡ്മ, ഗ്രാൻഡ്പ കളിക്കണം. അത് ആക്ഷനിലൂടെ ചെയ്യണം മാം. ഞാൻ ഒരു ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ ഇപ്പൊ പെട്ടെന്ന് നോക്കിയപ്പോഴാണ് എനിക്ക് സൈൻ ഇൻ ഉണ്ടെന്ന് അറിഞ്ഞത്. ഓക്കെ, താങ്ക് യു മാം. സൈൻ ഇൻ ബൈ ധന്യ. ഓക്കെ, ലാസ്റ്റ് ക്ലാസ്സിൽ കാര്യങ്ങൾ ആക്ടിവിറ്റി വന്നിട്ടുണ്ടായിരുന്നോ? മാം തന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ബട്ടണിങ് ഫ്രെയിം ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ, ഈ ആഴ്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പ്രിപ്പയർ ചെയ്തോ ബട്ടണിങ് ഫ്രെയിം? മാം ചെയ്തു. ഒന്ന് പേരൊന്ന് പെട്ടെന്ന് മെസ്സേജ് ആയിട്ട് അയക്കോ? ഞാൻ അപ്പൊ അവരുടെ ക്യാമറ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഡിസീസിന്റെ തന്നിട്ടുണ്ട്. ആ ഡിസീസിന് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ബട്ടണിങ് ഫ്രെയിം ഒന്ന് കാണിക്കാം. ഓക്കെ, കഴിഞ്ഞിട്ട് അതേ സമയം വേണ്ട വരില്ല ബട്ടണിങ് ഫ്രെയിം. ചിലു കാണിച്ചോ കേട്ടോ. ചിനു എടുക്കട്ടെ മാം. ഓക്കെ, ഒരു മിനിറ്റ് മാം. ഓക്കെ. സൂപ്പർ ആയിട്ടുണ്ട്. ഇത് ബട്ടൺ ഓപ്പൺ ചെയ്യാം. ഒറ്റ കൈ കൊണ്ടായിട്ട് പറ്റൂല. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. നല്ലതാണ്. താങ്ക് യു മാം. അർച്ചന ട്ടാ. അർച്ചന. ഓക്കെ, അർച്ചന. ഞാൻ അർച്ചന എന്ന് പറയുന്ന പേര് സെർച്ച് ചെയ്ത് പോവായിരുന്നു. സിന്ധു, സോറി, കർണാടക കാണിച്ചോ? ഓക്കെ, ഫോട്ടോ ഫ്രെയിം വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. ഓക്കെ, ഫോട്ടോ ഫ്രെയിം വെൽഡ് ചെയ്ത് വെൽഡ് ചെയ്തിട്ട് അങ്ങനെ ചെയ്തിരിക്കുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, മോശമായിരുന്നു. ഓക്കെ, നല്ലതാണ്. ഞാൻ ഫോട്ടോ ഫ്രെയിം ആണെന്ന് വിചാരിച്ചേ. ഫോട്ടോ ഫ്രെയിം ഇല്ലായിരുന്നു. പിന്നെ ഇതെന്റെ മോന്റെ യൂണിഫോം ക്ലോത്ത് ഇവിടെ ഇരുന്നത് ഞാൻ തയ്ച്ചിട്ടതാണ്. ഓക്കെ, ജ്യോതി. ഓക്കെ, നല്ലതാണ്. ജ്യോതി. ഗുഡ് മോർണിംഗ് മാം. ഓക്കെ ജ്യോതി, പിൻ ചെയ്യട്ടെ. ഇത് ന്യൂസ് പേപ്പറിലാണ് മാം. ന്യൂസ് പേപ്പറിലോ? അത് റോൾ ചെയ്തു. ന്യൂസ് പേപ്പറിൽ റോൾ ചെയ്തിട്ട് ഒരു മിനിറ്റ് മാം, അതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ ഒരു ഹാർട്ട് പോലെയൊക്കെ. ഓക്കെ, അതായത് നല്ല ക്രിയേറ്റീവ് ആയിട്ട്. ഓക്കെ, നല്ലതാണ്. താങ്ക് യു മാം. ജ്യോതി കഴിഞ്ഞ നഫ്ല. നാഫിയ. നഫ്ലിയ പേര് നഫ്ല. ഓക്കെ, എവിടെയെന്ന് വിചാരിച്ചിട്ടായിരുന്നു. ഫ്രെയിമിൽ വെച്ച് ചെയ്തതാ. ഫോട്ടോ ഫ്രെയിം. ഓക്കേടാ, ബട്ടണിങ് ഫ്രെയിം. ഉമ്മു ട്ടാ. ഉമ്മു. യെസ് മാം. ഞാൻ ഒരു മിനിറ്റ് ഒന്ന് ബാക്ക് ക്യാം ആക്കട്ടെ. ബാക്ക് ക്യാം ആക്കാൻ മറക്കാം മാം. ഞാൻ ഫ്രണ്ട് ക്യാം വെച്ച് ചെയ്യാം. ഇനി ലേറ്റ് ആവണ്ട. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ പൈപ്പ് കണക്ട് ചെയ്യുമല്ലോ. ഓക്കെ ഓക്കെ, അതിന്റെ ഫ്രെയിം ചെയ്തത്. ഓക്കേടാ, നന്നായിട്ടുണ്ട്. ശ്രീകുട്ടി അല്ല, റഷീദ. റഷീദ. റഷീദ.
Okay, ma'am. Okay. അൺമ്യൂട്ടഡാ. കാണാൻ പറ്റുന്നുണ്ടോ? കാണുന്നുണ്ട്. ഓക്കെ. ശ്രീകുട്ടി. ഓക്കേടാ. ശ്രീകുട്ടി. കേൾക്കുന്നുണ്ടോ? ശ്രീകുട്ടി ഓക്കേടാ. കാണാവോ? ആ കണ്ടുട്ടാടാ ശ്രീകുട്ടി. നല്ലതാണ്. അമ്പിളി. അമ്പിളി. രേഷ്മ. രേഷ്മ. എല്ലാരില്ലേ? രേഷ്മ. മാം രേഷ്മ. ഓക്കേടാ. നമ്മുടെ ഫ്രണ്ട്. ഇത് വുഡിന്റെ സ്റ്റിക്കാണ്. ആ ഓക്കെ. ഇത് റോള് ടൈപ്പ് ഇതിന്റെ ഉള്ളില്. മാറ്റാൻ പറ്റും നമുക്ക്. പിന്നെ ഇത് ഗ്ലൂ ഗണ്ണ് വെച്ച് ഒട്ടിച്ചേക്ക. ഓക്കെ ഓക്കെ. ഓക്കെ താങ്ക് യു മാം. ഗീതു. ഗീതു. കാണാമോ മാം? ഗീതു. ഓക്കേടാ. കാർഡ്ബോർഡ് വെച്ചാണ് മാം, മറ്റൊന്നും കിട്ടിയില്ല. കുഴപ്പമില്ല. താങ്ക് യു. പ്രസീത. മാം കാണാമോ? ഒരു മിനിറ്റ്. കുറച്ച് വലുതാണ്. ഓക്കെ കുഴപ്പമില്ല. പൈപ്പിംഗ് ആണ്. ഫുൾ ഷർട്ട് ഇടാൻ പറ്റണ വിധത്തിലാ ചെയ്തത്. ഓക്കെ ഓക്കെ. നന്നായിട്ടുണ്ട്. നമ്മൾക്ക് വേണമെങ്കിൽ മാറ്റിയും ഇടാം. മാറ്റാം. വേറെ ഇപ്പൊ സിപ്പ് ബട്ടൺ ചെയ്യുകയാണെങ്കിൽ അതിൽ മാറ്റാൻ പറ്റുമല്ലേ? വേറെ ഷർട്ട് എടുത്തിട്ടും ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ. സിബിന്റെ ആണെങ്കിൽ ഓക്കെ നല്ലതാണ്. ഇപ്പൊ കഴിഞ്ഞത്. അഞ്ജലി. താങ്ക് യു മാം. നല്ല അഞ്ജലി. ഹിമ. അഞ്ജലി. നെക്സ്റ്റ് ഹിമാട്ട. ഡിസിൻ. പേര് വായിക്കാൻ പറ്റുന്നില്ല. കമരു. ഡിസിൻ. ഓക്കെ. അവിടെ ഇതും യൂണിഫോം ആണ്. ഓക്കെ ഓക്കെ. എനിക്ക് തോന്നുന്നു ഇതേപോലെ ഫ്രെയിം ആക്കാണ് കുറച്ചുകൂടി നല്ലത്. നമ്മൾ ആ കോളറൊക്കെ വിടാണെങ്കിൽ കുറച്ചും കൂടി നല്ല പെർഫെക്ഷൻ കിട്ടില്ലേ? ഇത് കോളർ വെച്ചിട്ടായിരുന്നു ആദ്യം ചെയ്തേ. അപ്പം മാം അയച്ചെന്ന ആ ഒരു മോഡലില് കോളർ ഒന്നും കണ്ടില്ല. അതുകൊണ്ടായിരുന്നു. ഇതാണ് നല്ലത്. കോളറ് ഉള്ളതിനേക്കാളും ഇല്ലാത്തതാണ് കുറച്ചും കൂടി നല്ലത്. എനിക്ക് അത് നമുക്ക് നല്ലതാണ് കേട്ടോ. അടുത്താരാണ്? പ്രസന്റ് ചെയ്ത് മോശം നല്ല കേട്ടോ ഉദ്ദേശിച്ചത്. നല്ലതാണ്. ജസ്റ്റ് നമുക്കത് ക്യാരി ചെയ്തോണ്ട് പോകുമ്പോഴേക്കും ഫ്രെയിം എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ആ കോളർ കട്ട് ചെയ്തിട്ട് ഒരു പിക്ചർ ആണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും. ഓക്കെ. കമർ സീന. പേര് പറഞ്ഞോ കേട്ടോ. പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ. പ്രസന്റ് ചെയ്തോ സർ. ഞാൻ വിളിച്ചോ? കമറുന്നിസ. ആടാ കമറുന്നിസ തന്നെ പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ് മാം. ഓക്കേടാ. ഫ്രെയിം. ഓക്കെ. ഇത് ശരിക്കും ഫ്രെയിം ആണെന്ന് തോന്നുന്നുണ്ട്. അത് ഞാന് ഇങ്ങനെയുള്ള കമ്പ് കട്ട് ചെയ്തിട്ട് ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചതാ. സൂപ്പറാണ്. നന്നായിട്ടുണ്ട്. ശരി.
ഇതിക്ക് മുമ്പ് ഒരാളും ചെയ്തിട്ടുണ്ടായിരുന്നു റോളർ വെച്ചിട്ട്. റിസ്ക് എടുത്തു ആക്ഷൻ പ്ലേ. രജിസ്റ്ററായിരുന്നു അല്ലേ? ഓക്കേടാ, നല്ലതാണ് കേട്ടാ. താങ്ക് യു. ശാന്തി. ഇത് മരത്തിൻ്റെയാണോ? ശാന്തി. അതെ ഫുൾ വുഡൻ. അതെ ഫുൾ വുഡാണ്. ഓക്കേടാ, നന്നായിട്ടുണ്ട് കേട്ടാ. താങ്ക് യു. സ്നേഹ. സ്നേഹ. സ്നേഹ ഇയാളില്ല. ഓക്കെ, ഋതു. ഓക്കെ, ഓക്കെ ഉമ്മ, അത് കംപ്ലീറ്റ് ചെയ്യണം കേട്ടാ. ഇനി കുഴപ്പമൊന്നുമില്ല, കുഴപ്പമില്ല. മോനിഷ. മാം എൻഡിങ് കംപ്ലീറ്റ് ആയിട്ടില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇതാണ് കുറച്ച് വലുതായി പോയി, അതിന് ചെറുതാക്കണം എന്നാലും ശരിയാവുള്ളത്. ഞാൻ മറ്റേ മോപ്പിന്റെ സ്റ്റിക്ക് വെച്ചിട്ട് നമ്മൾ ആ എൽബോ കൊടുത്തിട്ടാണ് ചെയ്തത്. അപ്പൊ അത് കുറച്ച് വലുതായി പോയി, ഇനി അത് ചെറുതാക്കി ശരിയാക്കണം മാം. ഓക്കെ, അത് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ മാം. രേഷ്മ. രേഷ്മ. കാണുന്നുണ്ടാവേ? ഓക്കെ രേഷ്മ, നല്ലതാണ് കേട്ടോ. അല്ല, ഇത് കാർഡ്ബോർഡാ. ഓക്കേടാ, ഉടൻ കിട്ടാണെങ്കിൽ ഉടനിലേക്ക് മാറ്റണം കേട്ടോ. മാറ്റാം. ഓക്കേടാ. സെൻസി കുഴപ്പമില്ല. മോനൊന്ന് ഒബ്സർവ് ചെയ്യും, മോന് ചുറ്റുപാടുള്ള സാധനങ്ങളൊക്കെ തന്നെ നോക്കുക. അപ്പൊ കുറച്ചും കൂടി നല്ല ഐഡിയാസ് കിട്ടും. അപ്പൊ നമ്മളത് പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരും. ഞാനായാലും നമ്മളായാലും ഈ വുഡൻ പീസ് ഒക്കെ ചിലപ്പോൾ നമ്മുടെ വീടിന് ചുറ്റുപാടൊക്കെ തന്നെ ഉണ്ടാവും. ജസ്റ്റ് അത് കാണുകയാണെങ്കിൽ അത് വെച്ചിട്ട് ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാം. ദെൻ ജസ്റ്റ് ആ ഫ്രെയിം, ബട്ടറിംഗ് ഫ്രെയിം കൊടുക്കാം. എനിക്കത് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായില്ല എങ്ങനെ ചെയ്യണ്ടെന്ന്. പിന്നെ 2 ദിവസമായിട്ട് സൗണ്ട് എനിക്ക് അടപ്പാക്കിയിട്ട് ഭയങ്കര വിഷമമായിരുന്നു. അതുകൊണ്ട് എങ്ങനെ ചെയ്യണ്ടേന്ന് എനിക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ കുറെ പേര് കാർഡ്ബോർഡിലൊക്കെ ചെയ്തു എന്ന് കണ്ടപ്പോ ഒരു ഐഡിയ വന്നിട്ടുണ്ട്. അതിപ്പോ മിക്കവർക്കും നമുക്ക് ആ ഐഡിയ കിട്ടിയില്ലെങ്കിൽ നിങ്ങളൊന്ന് ഗ്രൂപ്പിലൊന്ന് ഷെയർ ചെയ്താൽ മതി. നമ്മൾ പ്രിപ്പയറൊക്കെ ചെയ്ത് ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നല്ല ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള കുട്ടികളാണ്. അവർ പറഞ്ഞു തരും ഐഡിയാസ് ഒക്കെ. കുഴപ്പമില്ല. ഓക്കെ, ഇനി അടുത്ത ഫ്രെയിം നമുക്ക് ചെയ്യാലോ. യെസ് മാം. എന്ത് വേണം? പ്രസ് ബട്ടൺ ഫ്രെയിം വേണോ, അല്ലെങ്കിൽ നമ്മുടെ ഷൂ ലേസിന്റെ ഫ്രെയിം വേണോ? നോർമൽ ബട്ടൺ ഫ്രെയിം കഴിഞ്ഞു. പ്രസ് ബട്ടൺ വേണോ, ലേസ് ഫ്രെയിം വേണോ? മാം രണ്ടിന്റെ ഒന്ന് ഫോട്ടോ കാണിച്ചു തരുമോ? എളുപ്പമുള്ള എടുക്കാം. നോക്കട്ടെ ഫോട്ടോ കിട്ടുമോ എനിക്കറിഞ്ഞൂടാ. പ്രസ് ബട്ടന്റെ ഫ്രെയിം കണ്ടിട്ടുണ്ട്. കൊറേ ഹോൾ വേണം. അത് എളുപ്പമാണ്, ചെറുതായിട്ട് ഹോള് ഇട്ടാ പോരെ. നോക്കി കണ്ടോ ലേസ്, ഷൂ ലേസിന്റെ. മിസ് ഈ ഫ്രെയിം അയച്ചിട്ട് ഇട്ടാ മതിയോ? ഇത് തൽക്കാലം നമ്മൾ ആ ഫ്രെയിം അഴിച്ചിട്ട് ഇട്ടാ മതി, കുഴപ്പമില്ല. പറ്റുന്നവർക്ക് ആരെങ്കിലും ഷൂന്റെ ലേസ് എടുക്കേണ്ടി വരും. പഴയ ഷൂസിന്റെ ലേസ് എടുക്കേണ്ടവര്.
ഒരു സംശയം ചോദിച്ചോട്ടെ? നമ്മൾക്ക് ഈ ഷൂലേസ് ഇപ്പൊ ഇങ്ങനെ കെട്ടിയിട്ടില്ലേ, അത് ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ കെട്ടത്തില്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. താഴേക്കുള്ളത് കണ്ടില്ലായിരുന്നു. ദേവികുട്ടിയിരുന്ന് മോണ്ടിസോറി ക്ലാസ് റൂമിലിരുന്ന് ഷൂലേസ് ഫ്രെയിം എന്ത് ചെയ്തോണ്ടിരിക്കുക, കെട്ടിക്കൊണ്ടിരിക്കുക. കാണുന്നുണ്ട് നിങ്ങള്? കാണുന്നുണ്ട്. പല രീതിയിൽ നമുക്കത്. മാം ഞാൻ ചോദിച്ചോട്ടെ, ഇത് നമുക്ക് ചാർട്ടിൽ ചെയ്യാൻ പറ്റുമോ? മീൻസ് ഈ ഫ്രെയിമില് ചാർട്ട് വെച്ചിട്ട് ഹോൾ ഇട്ടിട്ട് ചെയ്യാൻ പറ്റുമോ ക്ലോത്തിന് പകരം? കുറച്ച് നമുക്ക് ഹോൾ ഇടാനൊക്കെ കുറച്ചുകൂടെ നല്ലത് അതായിരുന്നു. കറക്റ്റ് എന്റെ കയ്യിൽ 5 ഹോളൊക്കെ ഉണ്ട്. അപ്പൊ കുറച്ച് നല്ല തിക്കായിട്ടുള്ള ചാർട്ട് ഉണ്ട്. അതായത് ചാർട്ട് നമുക്ക് 2 മടക്കാക്കി ഇട്ടാൽ അത്യാവശ്യം നല്ല കട്ടി വരും. ക്വാളിറ്റി ഉള്ള ചാർട്ടുകൾ ചെയ്ത് നോക്കും. ഒരു കംഫർട്ടബിൾ ആണെങ്കിൽ ചാർട്ടിൽ കണ്ടിന്യൂ ചെയ്യാം. കാരണം നമ്മൾ ചിലപ്പോ ഇന്റേൺഷിപ്പിനൊക്കെ പോകുന്ന സ്കൂളിലേക്ക് ഇത് കൊണ്ടുപോവാണെങ്കിൽ അവിടുത്തെ കുട്ടികൾക്കൊക്കെ ഒന്ന് ചെയ്ത് നോക്കിക്കാലോ. അപ്പൊ ചാർട്ട് ആണെങ്കിൽ ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാല് ചിലപ്പോൾ പെട്ടെന്ന് കീറിപ്പോയി കഴിഞ്ഞാൽ അത് നമുക്കൊരു വിഷമായിരിക്കും. പക്ഷെ ക്ലോത്ത് ആണെങ്കിൽ പെട്ടെന്ന് കീറി പോകാനുള്ള ചാൻസ് ഇല്ല. എങ്ങാനും സ്റ്റിച്ച് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാലോ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഫ്രെയിം ചെയ്യാനായിട്ട് പറയുന്നത്. കാർഡ്ബോർഡിൽ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ കീറിയിരിക്കില്ല, കട്ടിയുള്ളതല്ലേ. ഓക്കെ, ചാർട്ടാണ് നിങ്ങൾ നോക്ക്. നിങ്ങളുടെ ക്രിയേഷൻ പോലെ നോക്കട്ടോ. നിങ്ങളുടെ ക്രിയേറ്റീവ് ഐഡിയാസ് പോലെ ചെയ്യണം. എന്നത്തേക്ക് പ്രസന്റ് ചെയ്യും? നെക്സ്റ്റ് വെനസ്ഡേ. സാധനങ്ങളൊക്കെ മേടിക്കുമ്പോ നമുക്ക് പെട്ടി കിട്ടിയില്ല. പെട്ടില്ല, അങ്ങനെ ചെയ്താലും മതി. അങ്ങനെ ചെയ്യാലോ മിസ്സേ? എങ്ങനെയാണ്? മറ്റേ നമ്മ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോ വലിയ പെട്ടി കിട്ടിയില്ലേ? കാർഡ്ബോർഡ് പ്രശ്നമുണ്ടല്ലോ. ഈ ഇതിന്റെ ലേസ് ഇങ്ങനെ കെട്ടുമ്പോ മടക്കി മടക്കി വേണ്ട തുണിയാവുമ്പോ അത് എളുപ്പമാവും. പക്ഷെ ഈ ഹാർഡ് ബോർഡിലൊക്കെ ആവുമ്പോ ബുദ്ധിമുട്ടാവും. അത് ഒറ്റ പ്രാവശ്യം കെട്ടാനുണ്ടാവുള്ളൂ, അപ്പഴേ കീറി പോവും. അങ്ങനെയല്ല, അനുസരിച്ച് എന്ത് ചെയ്യാട്ടോ. ഞാൻ ജസ്റ്റ് മാം ഇത് ഇങ്ങനെയാ പറയുന്നത്? ലേസ് ബട്ടണിങ് ഫ്രെയിം അങ്ങനെയാണോ പറയുന്നത്? അല്ല, ലേസ് ഫ്രെയിം എന്നാ പറയുന്നത്. ഷൂ ലേസ് ഫ്രെയിം. ഓക്കെ മാം. ഷൂ ലേസ് ഫ്രെയിം. ഓക്കെ, അപ്പൊ സെറ്റ് ആണല്ലോ. നെക്സ്റ്റ് വെനസ്ഡേക്ക് പ്രസന്റ് ചെയ്യണം. നമുക്ക് നമ്മുടെ പോർഷനിലേക്ക് വരാം. ഞാൻ ചാപ്റ്റർ ഇമ്മ്യൂണൈസേഷന്റെ എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞോളൂ. ക്ലാസ് എടുത്തു തുടങ്ങിയില്ലാലോ അല്ലെ? മാം ഒന്ന് പ്രസന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുതിയ ചാപ്റ്റർ എടുത്തിട്ടില്ല. പുതിയ ചാപ്റ്റർ എടുത്തില്ല. യൂണിറ്റ് 7 ഹെൽത്ത് കെയർ ആണ്. ഇമ്മ്യൂണൈസേഷൻ എന്താന്ന് പറഞ്ഞു. ഡിഫ്തീരിയ ആർക്കാ തന്നത്? മാം എനിക്കാണ് മാം. മോനിഷ. ഓക്കെ, മോനിഷ ഡിഫ്തീരിയ പ്രസന്റ് ചെയ്തു കേട്ടോ. ഓക്കെ മാം. അപ്പോ നമ്മള് ഡിഫ്തീരിയ ഡിസീസിനെ കുറിച്ചാണ് പറയണത്. അതൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഡിസീസ് ആണ്. അപ്പോൾ സീരിയസ് ബാക്ടീരിയ ആണ്. സാധാരണ നമുക്ക് അങ്ങനെ കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റുന്നതല്ല. അത് ഇൻഫെക്ട് ചെയ്യുന്ന ബാക്ടീരിയയുടെ പേരാണ് കോർണി ബാക്ടീരിയം ഡിഫ്തീരിയ. അപ്പോൾ അതാണ് നമുക്ക് ഈ ഡിഫ്തീരിയ കോസ് ചെയ്യുന്നത്. അഫക്റ്റഡ് ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ മൂക്കും ത്രോട്ടും, നോസ് ആൻഡ് ത്രോട്ടിനെയാണ് അഫക്റ്റ് ചെയ്ത് വരുന്നത്. അപ്പം അത് ഈ ബാക്ടീരിയ വന്നിട്ട് ഒരു ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, വിഷവസ്തുക്കൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ടോക്സിൻ നമ്മുടെ ബോഡിയിലുള്ള ടിഷ്യൂസിനെയും റെസ്പിറേറ്ററി പ്രോബ്ലം, അതുപോലെ തന്നെ ഹാർട്ട് ഫെയിലിയർ, നെർവ് ഡാമേജ് ഒക്കെ ആ ടോക്സിൻസ് ഉണ്ടാക്കുന്നുണ്ട്. റെസ്പിറേറ്ററി പ്രോബ്ലംസ് പറഞ്ഞാൽ ലങ്സും നമ്മുടെ എയർവേ സിസ്റ്റത്തിനൊക്കെ അത് ബ്ലോക്ക് ചെയ്യാനും അഫക്റ്റഡ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇത് എങ്ങനെയാണോ വരുന്നത്, ഡിഫ്തീരിയ എങ്ങനെയാണ് വരുന്നതെന്ന് പറയുമ്പോൾ ഓവർ ക്രൗഡിങ് ഏരിയാസ്, ദാറ്റ് മീൻസ് നമ്മുടെ അമിത തിരക്ക് ഉണ്ടാവുന്ന ഏരിയാസിലുള്ള ആൾക്കാർക്ക് ഈ ഡിഫ്തീരിയ വരാൻ ചാൻസസ് ഉണ്ട്. അതേപോലെ തന്നെ പുവർ ഹെൽത്ത്, മോശം ആരോഗ്യമുള്ളവർക്കും, പിന്നെ നിലവാരമില്ലാതെ ജീവിത സാഹചര്യങ്ങൾ ജീവിക്കുന്നവർക്കും, അതേപോലെ നമ്മുടെ ഇൻകംപ്ലീറ്റ് ഇമ്മ്യൂണൈസേഷൻ, നമ്മുടെ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൽ ഇൻകംപ്ലീറ്റ് ഉള്ളവർക്കൊക്കെ ഡിഫ്തീരിയ വരാൻ ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ പ്രതിരോധ ശേഷി കുറവുള്ള ആൾക്കാർക്കും ഡിഫ്തീരിയ പെട്ടെന്ന് എഫക്റ്റഡ് ആവുന്നുണ്ട്. അതെങ്ങനെയാണ് പകരുന്നത്? ഡിഫ്തീരിയ പകരുന്ന രീതിയിൽ ഒന്ന് റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ്സിലൂടെ, അങ്ങനെ പറയുന്നത് നമ്മുടെ ചുമ, സ്നീസിങ്,
ജലദോഷം, പിന്നെ ഡയറക്റ്റ് കോണ്ടാക്ട് വിത്ത് ഇൻഫെക്റ്റഡ് പേഴ്സൺസ്. ആരാണോ അസുഖം ബാധിച്ച ആള് അവരായിട്ട് നേരിട്ട് കോണ്ടാക്ട് ചെയ്യുന്നവർക്ക് ഈ ഡിപ്തീരിയ നമുക്ക് സ്പ്രെഡ് ആവുന്നുണ്ട്. പിന്നെ മുറിവുകളിലൂടെ നമുക്ക് ഈ ഡിപ്തീരിയ പകരുന്നുണ്ട്. അത് നോക്കുന്ന ആളും അല്ലെങ്കിൽ അവരുപയോഗിച്ച സാധനങ്ങളിലൂടെ നമുക്ക് ഇത് സ്പ്രെഡ് ആവുന്നുണ്ട്. സോ അത് നമ്മൾ ഉപയോഗിക്കുമ്പോഴും അത് മുറിവുള്ള ആൾക്കാരെ സൂക്ഷിക്കുന്നവരും കെയർ ടേക്കേഴ്സും നമുക്ക് പ്രിക്കോഷൻസോടെ വേണം അത് എടുക്കാൻ. ഇനി നമ്മൾ അതിന്റെ സിംറ്റംസ് എന്തൊക്കെയാന്ന് പറഞ്ഞാൽ, ഏകദേശം നമുക്ക് ഇൻഫെക്ഷൻ, നമ്മുടെ ആ ബാക്ടീരിയ നമ്മളെ ഇൻഫെക്റ്റഡ് ചെയ്ത് 2 അല്ലെങ്കിൽ 5 ദിവസമോ കഴിഞ്ഞിട്ടാണ് നമുക്ക് സിംറ്റംസ് തുടങ്ങുന്നത്, അറിയാൻ പറ്റുന്നത്. സോ ഏറ്റവും ഒരു ഹോൾമാർക്ക് സൈൻ എന്ന് പറയുന്നത് ഒരു തിക്ക് ഗ്രേ അല്ലെങ്കിൽ ഒരു വൈറ്റ് കോട്ടിങ് നമ്മുടെ ത്രോട്ടിൽ സംഭവിക്കും. അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ഹോൾമാർക്ക് സൈൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഡിപ്തീരിയ ആണ് എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ തൊണ്ടവേദന, നമുക്ക് വിഴുങ്ങാനുള്ള ബുദ്ധിമുട്ട്, ഭക്ഷണങ്ങൾ വിഴുങ്ങാനുള്ള ബുദ്ധിമുട്ടുകൾ, പിന്നെ ചിലവർക്ക് കഴുത്തിന്റെ ഭാഗത്തായിട്ട് അങ്ങനെ വീർത്ത് വരിക, ചിലവർക്ക് വരും, ചിലവർക്ക് അത് ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ അതുപോലെ നമുക്ക് ക്ഷീണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ ഡിപ്തീരിയയുടെ സിംറ്റംസ് ആയിട്ട് വരുന്നത്. ഏറ്റവും ഫസ്റ്റ് പറയണത് നമ്മുടെ ആ വൈറ്റ് കോട്ടിങ് അല്ലെങ്കിൽ ഒരു ഗ്രേ കളർ കോട്ടിങ് നമ്മുടെ ത്രോട്ടിൽ ഉണ്ടാവും. അതാണ് അതിന്റെ ഏറ്റവും വലിയ ഒരു സിംറ്റംസ്. ഇനി നമ്മൾ ഇത് എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് നമുക്ക് വരുത്തുന്നത്, ഫസ്റ്റ് ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ആണ് വരുത്തുന്നത്. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അത് ഫസ്റ്റ് ആ മെംബ്രെയിൻ ഫോം ആവുന്നത് ത്രോട്ടിലാവും കൊണ്ട് നമുക്ക് ശ്വാസം വലിക്കാനും വിടാനും ഉള്ള ബുദ്ധിമുട്ടുള്ള അവിടെ ഒരു മുടക്കം വരുത്തുകയാണ്. അപ്പൊ നമുക്ക് ബ്രീത്തിങ് ഇഷ്യൂസ് ആണ് ഫസ്റ്റ് മെയിൻ ആയിട്ട് കാണുന്നത്. പിന്നെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ടോക്സിൻ, അതിലൊരു വിഷവസ്തുക്കൾ ഉണ്ട്, അത് നമ്മൾ ഹാർട്ട് ഡാമേജ് വരുത്തുന്നുണ്ട്, നമ്മുടെ ഹാർട്ട് മസിൽസിനെ ഡാമേജ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇറഗുലർ ഹാർട്ട് ബീറ്റ്സും ഹാർട്ട് ഫെയിലിയേഴ്സും സംഭവിക്കുന്നുണ്ട്. പിന്നെ ചെയ്യുന്നത് നെർവ് ഡാമേജ് ആണ്. ആ ടോക്സിൻ വന്നിട്ട് നമ്മൾ നെർവ് സിസ്റ്റത്തിനെ ബാധിക്കുന്നുണ്ട്, ത്രോട്ട് അങ്ങനത്തെ ഉള്ളതിനെ കൊണ്ട് നമുക്ക് നെർവ് ബാധിക്കും കൊണ്ട് ആ പ്രോബ്ലംസ് വരുന്നുണ്ട്. പിന്നെ കിഡ്നി ഫെയിലിയർ, കിഡ്നി ഫങ്ഷൻസിനെ മുടക്കും കൊണ്ട് നമുക്ക് ആ ഓർഗൻ തന്നെ ഫെയിൽ ആവാനും ചാൻസസ് ഉണ്ട്. പിന്നെ കുട്ടികളിലും അതേപോലെ അൺവാക്സിനേറ്റഡ് പേഴ്സൺസിലും കണ്ടുവരുന്നതാണ് മരണം എന്നുള്ളത്. അപ്പൊ അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. കുട്ടികൾക്ക് എങ്ങനത്തെ സിംറ്റംസ് വന്നാൽ നേരത്തെ ഫസ്റ്റിനെ പോയി ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. അതേപോലെ കറക്റ്റ് ആയിട്ടുള്ള വാക്സിനേഷൻ നമ്മൾ എടുക്കുക. ഇത് എടുത്തില്ലെങ്കിൽ നമുക്ക് മരണം വരെ വരാൻ ചാൻസസ് ഈ അസുഖം വരുത്തുന്നുണ്ട്. ഇതെങ്ങനെ ഡയഗ്നോസ് ചെയ്യാന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഫസ്റ്റ് നമ്മുടെ ഈ ത്രോട്ടിൽ മെംബ്രെയിൻ ഉണ്ടെന്ന് നമുക്ക് അറിഞ്ഞാലേ അത് കൺഫേം ചെയ്യുക ഡിപ്തീരിയ എന്നാണ്. പിന്നെ നമുക്ക് ത്രോട്ട് സ്വാബ് ടെസ്റ്റ് എന്നുണ്ട്. ദാറ്റ് മീൻസ് ആ ബാക്ടീരിയ അവിടെ ഉണ്ടെന്നുള്ള ഒരു ടെസ്റ്റ് ആണ്. ആ ടെസ്റ്റ് സെക്കൻഡ് ടെസ്റ്റ്. പിന്നെ എടുക്കുന്നത് ബ്ലഡ് ടെസ്റ്റ് ആണ്. ബ്ലഡ് ടെസ്റ്റിൽ നമ്മുടെ ബോഡിയിൽ ആ ടോക്സിൻസ് അഫക്ട് ചെയ്തിട്ടുണ്ടോ, മറ്റുള്ള ഓർഗൻസിനെ എഫക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് ബ്ലഡ് ടെസ്റ്റിലൂടെ അറിയാം. അപ്പൊ ഇങ്ങനെ ഈ 3 ടെസ്റ്റിലൂടെയാണ് നമുക്ക് ഈ ഡിപ്തീരിയ നമ്മൾ കൺഫേം ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് ഡിപ്തീരിയ ഉണ്ട്, നമ്മൾ ട്രീറ്റ്മെന്റിലോട്ട് വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് കൊടുക്കുന്നത് ആന്റി ടോക്സിൻ ആണ്. നമ്മുടെ ഈ ബാക്ടീരിയനെ നമ്മൾ പെട്ടെന്ന് തന്നെ കൊല്ലാൻ പറ്റില്ല, സോ നമുക്ക് ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആന്റിടോക്സിൻ കൊടുത്തിട്ട് അതിനുള്ളതിനെ ന്യൂട്രലൈസ് ചെയ്യാം. ആൻഡ് അടുത്തത് പിന്നെ കൊടുക്കേണ്ടത് ആന്റിബയോട്ടിക്സ് ആണ്. നമുക്ക് ആന്റിബയോട്ടിക്സ് ഇതിൽ വരുന്നത് പെനിസിലിനും എത്രോമൈസിനാണ് നമുക്ക് ആന്റിബയോട്ടിക് ആണ് വരുന്നത്. ഇത് രണ്ടും കൊടുക്കുന്നതിലൂടെ നമുക്ക് ബാക്ടീരിയനെ കൊല്ലാനും അത് സ്പ്രെഡ് ചെയ്യാതെ സ്റ്റോപ്പ് ചെയ്യാനും നമുക്ക് കഴിയും. നമുക്ക് ഫസ്റ്റ് ന്യൂട്രലൈസ് ചെയ്തു, പിന്നെ നമ്മൾ അതിനെ കൊന്ന് അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്ത് നമ്മൾ കുറച്ചു. പിന്നെ ആ പേഷ്യൻസിന് ബ്രീത്തിങ് ഇഷ്യൂസ് ഉള്ളവരാണെങ്കിൽ നമ്മൾ അതിനെ നന്നായിട്ട് തന്നെ നോക്കണം. നമുക്ക് ഓക്സിജൻ കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ മെക്കാനിക്കൽ വെന്റിലേഷന്റെ ആവശ്യങ്ങൾ വരാറുണ്ട്. അങ്ങനത്തെ ഉള്ള ആൾക്കാർക്ക് നമുക്ക് അതിൻ്റെതായ ട്രീറ്റ്മെന്റ്സ് കൊടുത്ത് അവരെ നന്നായിട്ട് തന്നെ നോക്കുക. ഇനി ഇതിന്റെ പ്രിവെൻഷൻ എന്നുള്ളത് ഏറ്റവും വലിയൊരു പ്രിവെൻഷൻ നമ്മുടെ വാക്സിനേഷൻ ആണ്. നമ്മുടെ DTP എന്ന് പറഞ്ഞ് നമ്മൾ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായിരുന്നു നമ്മുടെ ഏറ്റവും വലിയൊരു ഇത്. അത് കറക്റ്റ് ആയിട്ട് നമുക്ക് ഒരു മൾട്ടിപ്പിൾ ഡോസസിൽ വരുന്നുണ്ട്. 2, 4, 6, 15 to 18 മാസവും പിന്നെ 4 to 6 ഇയേഴ്സിനുള്ളിൽ നമുക്ക് കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ അഡൽട്സിനാണെങ്കിൽ ബൂസ്റ്റർ ഡോസ് എവറി 10 years നമ്മൾ കൊടുത്തു വരുന്നുണ്ട്. സോ ഇത് കറക്റ്റ് ആയാൽ തന്നെ നമുക്ക് ഈ അസുഖത്തിന് വരാണ്ട് നമുക്ക് തടയാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഡിപ്തീരിയയെ കുറിച്ച് മെയിൻ ആയിട്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വാക്സിനേഷൻ എടുക്കുക. രണ്ടാമത് അസുഖങ്ങളുടെ സിംറ്റംസ് കണ്ടുകൊണ്ടേ ഈ വക ത്രോട്ടിന്റെ ഒരു വൈറ്റ് കോട്ടിങ് വന്നാൽ നമുക്ക് അപ്പൊ തന്നെ മനസ്സിലാവും ഇതാണെന്നുള്ളത്. വേണ്ട പ്രിക്കോഷൻസ് അപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്കത് കൂടുതൽ ആക്കാണ്ട് കോംപ്ലിക്കേഷൻസ് ആക്കാണ്ട് വേഗം തന്നെ നമുക്ക് ശരിയാക്കാം. അത്രേ ഉള്ളൂ. താങ്ക് യു മാം. നല്ല പ്രസന്റേഷൻ ആയിരുന്നു കേട്ടോ മോനിഷ. താങ്ക് യു മാം. താങ്ക് യു.
ഇനി പെർട്ടിസിസ് വൂഫിംഗ് കഫ് ആരാ? ഞാനാണ് മാം. ഓക്കേടാ. ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിന്ന് ഇവിടെ വൂഫിംഗ് കഫ് അല്ലെങ്കിൽ പെർട്ടസിസ് എന്ന് പറയണ ഡിസീസിനെ കുറിച്ചാണ് പറയണത്. അപ്പൊ ഞാൻ ആദ്യം ഇംഗ്ലീഷിൽ കുറച്ച് എഴുതി വെച്ചിട്ടുണ്ട്, അത് വായിച്ചിട്ട് ദെൻ ഞാൻ ഒന്നുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാം. അപ്പൊ ഫസ്റ്റ്, whooping cough, also known as pertussis, is a highly contagious bacterial infection that affects the respiratory system, mainly the lungs and airways. It is caused by the bacteria called Bordetella pertussis. ബോർഡറ്റെല്ല പെർട്ടിസിസ് എന്ന ബാക്ടീരിയ മൂലം ഉണ്ടാവുന്ന ഒരു അസുഖമാണ് വൂഫിംഗ് കഫ് അല്ലെങ്കിൽ പെർട്ടസിസ് എന്ന് പറയുന്നത്. അത് ശരിക്കും ഒരാളിൽ നിന്നും മറ്റൊരു വ്യക്തിയിൽ നിന്നും അല്ലെങ്കിൽ ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വ്യക്തിയിൽ നിന്ന് ഇൻഫെക്റ്റഡ് അല്ലാത്തൊരു വ്യക്തിയിലേക്ക് പകരുന്ന ഒരു അസുഖമാണ്. അതായത് കണ്ടേജിയസ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് പെർട്ടിസിസ് എന്ന് പറഞ്ഞാൽ. അത്യാവശ്യം നല്ല രീതിക്ക്, അതായത് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ഒരു അസുഖമാണ് വൂഫിംഗ് കഫ് എന്ന് പറയുന്നത്. അപ്പൊ വൂഫിംഗ് കഫിന്റെ ബാക്ടീരിയയുടെ പേര് ബോർഡറ്റെല്ല പെർട്ടിസിസ് എന്നാണ്. ഇത് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം, അതായത് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം, എയർവേസ് എന്ന് പറയുന്നത് റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ നോസ് മുതൽ നമ്മുടെ ലെൻസ് വരെയുള്ള എല്ലാ അവയവങ്ങളും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഏരിയയാണ്. ഞാൻ പിക്ചർ കാണിച്ചു തരാം. കാണുന്നുണ്ടോ? ഇത് കണ്ടില്ലേ? ഇത്രയും ഏരിയയാണ് റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് വെച്ച് പറയുന്നത്. അപ്പോ ഈ ഒരു ഏരിയയിലാണ് നമ്മുടെ വൂഫിംഗ് കഫിന്റെ ബാക്ടീരിയാസ് നമ്മളെ ആക്രമിക്കുക. അവരവിടെയാണ് വളരുന്നത്. അപ്പോ അതുപോലെ എയർവേസ് എന്ന് വെച്ചാല് നമ്മുടെ ശ്വാസം ഉണ്ടല്ലോ, ശ്വാസം ഉള്ളിലേക്കും പുറത്തേക്കും കൊണ്ടുവരുന്ന ചെറിയ പൈപ്പ് പോലെയുള്ള സംഭവമുണ്ട്, അതിനെയാണ് എയർവേസ് എന്ന് പറയാ. അതിന്റെ പിക്ചറാണ് ഇത്, കണ്ടോ? ഇതുപോലെയുള്ള കുഞ്ഞു ബബിൾസിലാണ് നമ്മൾ എയർ സ്റ്റോർ ചെയ്യുക. ഇതിലേക്ക് കൊണ്ടുവരുന്ന ഈ പൈപ്പ്, ഇതിനെയാണ് പുറത്തേക്കും അകത്തേക്കും കൊണ്ടുവരുന്ന പൈപ്പിനെയാണ് എയർവേസ് എന്ന് പറയാം. ഇതിനെയാണ് നമ്മുടെ ബോർഡറ്റെല്ല പെർട്ടിസിസ് എന്ന ബാക്ടീരിയ എഫക്ട് ചെയ്യുന്നത്. ഇനി ഇതിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ, ഇത് നമ്മൾ ഭയങ്കരമായിട്ട് ചുമ വരും, ചുമച്ച് നമ്മൾ വോമിറ്റിംഗ് സ്റ്റാർട്ട് ആവും. പിന്നെ ഈ ചുമയുടെ സൗണ്ട് എന്ന് വെച്ചാല് ഞാൻ സെർച്ച് ചെയ്തപ്പോ അറിഞ്ഞതാണ്, ശരിക്കും കോഴി കൂവുന്ന പോലെയുള്ള ഒരു സൗണ്ടാണ് ഇതിന്റെ സൗണ്ട് എന്ന് പറയണത്. ഞാൻ കേൾപ്പിച്ചു തരാം കേട്ടോ, ഒരു മിനിറ്റ്. അതായത് ഒരു കുഞ്ഞിന് എങ്ങനെ വൂഫിംഗ് കഫ് വന്നാല് കുഞ്ഞെങ്ങനെയാണ് അത് ചുമക്കുന്നത്, ശരിക്കും ഞാനിത് ഫസ്റ്റ് കാണിച്ചു തരണ്ടായിരുന്നു, ഞാൻ മറന്നുപോയതാണ്. ഓക്കെ, ഐ തിങ്ക് കേൾക്കുന്നുണ്ടല്ലോ. അതായത് ഒരു കുഞ്ഞിന് അങ്ങനെയാണ് ചുമ വരുന്നത്. അതുപോലെ തന്നെ ഒരു അഡൽറ്റ് എങ്ങനെയാ ചുമക്കുന്ന വെച്ചാല് ഇങ്ങനെ ശ്വാസം കിട്ടാണ്ട് വലിച്ചിട്ടാണ് അവര് അവർക്കുള്ള ചുമ വരുന്നത്. അതായത് ഒരു കുഞ്ഞിനും ഒരു അഡൽറ്റിനും നമ്മുടെ ബ്രീത്തിങ് സിസ്റ്റത്തെയാണ് ബാധിക്കുന്നത്. സോ നമുക്കത് ശ്വാസം എടുക്കാൻ നല്ല ബുദ്ധിമുട്ട് വരും. നമ്മളിങ്ങനെ വലിച്ചുകൊണ്ടായിരിക്കും ശ്വാസം എടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് വോമിറ്റിംഗ് വരും, നമ്മുടെ ശരീരമൊക്കെ നീല നിറാവും, നമ്മുടെ ശരീരത്തിലൊക്കെ ചുവന്ന ബ്ലഡ്സ്, നമ്മുടെ ബ്ലഡ് ഇങ്ങനെ പൊട്ടിയിട്ട് ചുവന്ന പാടുകളൊക്കെ വരും. അതുപോലെ തന്നെ 1 വയസ്സിനുള്ള താഴെയുള്ള കുട്ടികൾക്ക് ഇത് ഭയങ്കര ഡേഞ്ചറാണ്. അവർക്ക് മരണം വരെ സംഭവിക്കും ഈ ഒരു വൂഫിംഗ് കഫ് വന്നാല്. പിന്നെ ചുമയുടെ കാഠിന്യത്തിന്റെ, അതായത് ചുമ ഭയങ്കര ചുമ, ഇപ്പൊ സൗണ്ട് കേട്ടില്ല, അത്യാവശ്യം നല്ല ഡേഞ്ചർ ആയിട്ടുള്ള ചുമയാണ്. ആ ചുമ നമ്മൾ ചുമച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിലുള്ള അതായത് നമ്മൾ ഞരമ്പുകളൊക്കെ ഉണ്ടല്ലോ പൊട്ടിയിട്ട് ബ്ലഡ് ആകെ പരന്ന്, അങ്ങനെയാണ് കുട്ടികൾക്കൊക്കെ ഇത് മരണം സംഭവിക്കുന്നത്. പിന്നെ കണ്ണിലും തൊലിപ്പുറത്തൊക്കെ ഇതുപോലെ തന്നെ രക്തസ്രാവം കാരണം ഹെർണിയ, ശ്വാസകോശത്തിന് ക്ഷതം, അങ്ങനെയുള്ള ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാവും. ശ്വാസകോശത്തിന് ക്ഷതം സംഭവിക്കുന്നതിന് പറയണ പേര് ന്യൂമോതെറാസിസ് എന്നാട്ടോ. അതുപോലെ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് പൊതുവെ വൂഫിംഗ് കഫ് നമ്മൾ കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത്. അതുപോലെ വൂഫിംഗ് കഫ് വരാൻ കൂടുതൽ ഉണ്ടാവുന്ന സമയം വിന്ററും സ്പ്രിങ്ങും ആണ്. പിന്നെ മൂക്ക് മുതൽ ശ്വാസനാളി വരെയുള്ള, ഞാൻ കാണിച്ചു തന്ന പിക്ചർ ഉണ്ടല്ലോ, അതുവരെയാണ് നമ്മുടെ ഈ ബാക്ടീരിയാസ്, അവിടെയാണ് അവർ താമസം, അവിടെയാണ് അവർ പെറ്റുപെരുകുന്നത്. ഒരു 7 മുതൽ 14 ദിവസത്തിനുള്ളിൽ നമുക്ക് ഇതിന്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും. അതുപോലെ തന്നെ ആ ആവാസ വ്യവസ്ഥയിൽ പെറ്റുപെരുക്കി നമുക്ക് അവിടെ നീർവീക്കം, കോശമരണം എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്.
ഇതാണ് അതിനെക്കുറിച്ച് ഓവറോൾ ആയിട്ട് പറയാനുള്ളത്. ഇനി ഇതെങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നതെന്ന് പറയാം. Whooping cough spreads through the air when an infected person coughs, sneezes or talks. The tiny droplets released can be inhaled by others leading to infection. അതായത് ഈ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ചുമയ്ക്കുകയോ തുമ്മുകയോ അല്ലെങ്കിൽ നമ്മുടെ സംസാരത്തിലൂടെ ഈ ബാക്ടീരിയസിന്റെ ചെറിയ ചെറിയ ഡ്രോപ്പുകൾ ഇങ്ങനെ സ്പ്രെഡ് ആവും. ഇങ്ങനെ തെറിക്കും, തുപ്പലൊക്കെ തെറിക്കുന്ന പോലെ അങ്ങനെ തെറിക്കും. ആ തെറിക്കുന്ന സമയത്ത് തൊട്ടടുത്ത് നിൽക്കുന്ന ആളിലേക്ക് ഇത് പകരുകയാണ് ചെയ്യുക. അവരുടെ വായിലൂടെ അത് ഉള്ളിലേക്ക് പോകും, അല്ലെങ്കിൽ നോസ് നമ്മുടെ മൂക്കിലോ എവിടെയെങ്കിലും ഒക്കെ എത്തിപ്പെട്ടാൽ അവരവിടെ പെറ്റുപരുകി. അങ്ങനെയാണ് വൂഫിംഗ് കഫിന്റെ ബോർഡറ്റെല്ല പെർട്ടസിസ് അവിടെയാണ് അങ്ങനെയാണ് വളരുന്നത്. ഇനി ഇതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ചാല് നമ്മളിത് മൂന്ന് സ്റ്റേജസ് ആയിട്ടാണ് ഇതിന്റെ സിംറ്റംസ് കാണിക്കുന്നത്. ഫസ്റ്റ് ഇനീഷ്യൽ സിംറ്റംസ് ഓർ കാറ്ററൽ സ്റ്റേജ്, അത് 1 മുതൽ 2 ആഴ്ചക്കുള്ളിൽ വരുന്ന സിംറ്റംസ് ആണ്. അത് ഫസ്റ്റ് സൈൻ ലുക്ക് ലൈക്ക് എ കോമൺ കോൾഡ് സച്ച് ആസ് റണ്ണി നോസ്, മൈൽഡ് കോഫ് ആൻഡ് ലോവർ ഫീവർ. അതായത് കാറ്ററൽ സ്റ്റേജിൽ വരുന്നത് പനി, മൂക്കൊലിപ്പ്, തുമ്മല്, കണ്ണിലെ ചുവപ്പ്, അമിതമായ കണ്ണുനീര്, ചുമ. ഈ അവസ്ഥയിൽ ശരിക്കും ഈ ഒരു ഫസ്റ്റ് സ്റ്റേജിൽ നമുക്ക് ചുമ വല്ലാണ്ട് അത്രത്തോളം വന്നിട്ടുണ്ടാവില്ല. പിന്നെ രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് കോഫിംഗ് ഫിറ്റ്സ് ആണ്. അത് 2 to 6 വീക്കിലാണ് ഇത് ഉണ്ടാവുന്നത്. ഇത് കുറച്ച് ഡേഞ്ചർ സമയമാണ്. അതിന് വേറൊരു പേരും കൂടെ പറയും, പാരോക്സിസ്മൽ സ്റ്റേജ് എന്ന്. After the initial symptoms, people start having severe coughing fits. This is the most recognizable stage. The cough may be followed by a whooping sound as a person breathes in sharply after a coughing fit. The cough can be very intense and may make it hard to catch your breath. പരോക്സിസ്മൽ സ്റ്റേജ് എന്ന് വെച്ചാല് നമുക്ക് വിട്ട് വരുന്ന ഉണങ്ങിയ ഒരു ചുമ വെച്ചിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ക്രമേണ നമ്മുടെ ചുമയുടെ ആ ഒരു ഫ്രീക്വൻസി ഇങ്ങനെ കൂടി വരും. അത് അത്യാവശ്യം നന്നായിട്ട് കാഠിന്യാവും. അത് നമുക്ക് ചുമച്ച് വല്ലാണ്ട് നമ്മൾ ബുദ്ധിമുട്ടുന്ന സമയം വരും. അങ്ങനെ അത് കൂടുന്തോറും നമ്മൾ വൊമിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ശരീരം ചുമച്ച് നമ്മളൊരു വില്ല് പോലെ, അതായത് ഒരു വില്ല് പോലെ വളഞ്ഞു വരും. അതായത് ഇതിന്റെ മലയാളത്തില് ഒരു പേരുണ്ട്, വില്ലൻ ചുമ എന്ന് പറഞ്ഞിട്ട്. അപ്പോ വില്ല് പോലെ നമ്മൾ വളഞ്ഞിട്ട് വരും. ചുമയുടെ അത്രയും ഡേഞ്ചർ ആയിട്ടുള്ള അവസ്ഥയാണ്. അത്രത്തോളം നമ്മൾ ബുദ്ധിമുട്ടിയിട്ടാണ്. ആ ഒരു കുഞ്ഞൊക്കെ അങ്ങനെ ആ ഒരു എഫക്ട് ഭയങ്കരമായിരിക്കും. അപ്പോൾ നമ്മൾ വില്ല് പോലെ നമ്മുടെ ശരീരം വളയും. അതുപോലെ നാവൊക്കെ പുറത്തേക്ക് വല്ലാണ്ട് നീണ്ടു വരും. പിന്നെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി വരും. അമിതമായി കണ്ണുനീര് വന്നുകൊണ്ടിരിക്കും. പിന്നെ മുഖത്തിന് നീല നിറം വരും. അതുപോലെ ചുമയുടെ കാഠിന്യത്തിന്റെ അവസാനമാകുമ്പോൾ മിക്കവാറും എല്ലാ സമയത്തും അവർ ഛർദ്ദിച്ചു വൊമിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ ഒരാഴ്ച ഇത് ഇത്രയും ഫ്രീക്വന്റ് ആയിട്ട് നടന്ന് പിന്നെ ഒരാഴ്ചക്കുള്ളിൽ ഇത് പയ്യെ ഇത് ഇങ്ങനെ കുറഞ്ഞു വരും. അപ്പോ കുറഞ്ഞു വരുന്നതിന്റെ മുന്നേ നമുക്ക് ഇതിപ്പോ ആ ഒരു കാഠിന്യ സമയത്ത് നമ്മൾ 1 മണിക്കൂർ ഇടവിട്ട് നമ്മളിത് ചുമച്ചുകൊണ്ടിരിക്കും. അതായത് ഒരു 1 ഡേ ഇപ്പൊ 24 മണിക്കൂറിൽ ഓരോ മണിക്കൂറും നമ്മൾ ഇങ്ങനെ ചുമച്ചുകൊണ്ടിരിക്കും. അതൊരു ചുമ എന്ന് പറയുന്നത് നമ്മള് അത്രത്തോളം ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ഫ്രീക്വന്റ്ലി ചുമച്ചുകൊണ്ടിരിക്കും. പിന്നെ 1 വീക്ക് ആഫ്റ്റർ ഇത്രയും, അതായത് 2 മുതൽ 6 ആഴ്ച കഴിഞ്ഞതിന് ശേഷം പയ്യെ ഇത് പിൻവലിക്കും. നമുക്ക് പിന്നെയാണ് നമ്മൾ റിക്കവർ ആയി വരുന്നത്. ആ സ്റ്റേജിനെ പറയണത് റിക്കവറി എന്നാണ്. ആഫ്റ്റർ 6 വീക്കില് 6 ആഴ്ച കഴിഞ്ഞതിന് ശേഷം, ചിലപ്പോ 6 ആഴ്ച കഴിഞ്ഞ ഉടനെ നമുക്ക് അങ്ങനെ റെഡി ആവില്ല. ചിലപ്പോൾ 6ഉം അതിലേറെ ആഴ്ചകളും കഴിഞ്ഞിട്ട് വേണ്ടി വരും നമ്മള് റിക്കവറി ആവാൻ വേണ്ടിയിട്ട്. അപ്പോ അങ്ങനെ ഒക്കെ ഏകദേശം റെഡി ആവും. പക്ഷെ നമ്മളാ ചുമക്കുന്ന സമയത്ത് നമ്മുടെ ബ്ലഡില് ചെറിയ പൊട്ടലൊക്കെ വന്നിട്ട് നമ്മുടെ ശരീരത്തും മുഖത്തും തലയിലൊക്കെ അതുപോലെ ചെറിയ രക്തപ്പാടുകൾ ഉണ്ടാവും. ചുവന്ന പാടുകൾ ഇങ്ങനെ ശരീരത്ത് വന്നിട്ടുണ്ടാവും. ഇനി ആരൊക്കെയാണ് ഇതിൽ റിസ്കി ആയിട്ടുള്ള ആളുകളെയാണ് പറയണത്. ബേബീസ് ആൻഡ് യങ് ചിൽഡ്രൻ, കുഞ്ഞു കുട്ടികളും 5 വയസ്സിന് താഴെയുള്ള കുട്ടികളും are the highest risk of severe complications from whooping cough, including pneumonia, seizure and even death. ഈ ന്യൂമോണിയയും സീസറും മരണം വരെ സംഭവിക്കും ഈ കുഞ്ഞു കുട്ടികളിൽ ഈ ഒരു അസുഖം വന്നാൽ. പിന്നെ അൺവാക്സിനേറ്റഡ് പീപ്പിൾ, അൺവാക്സിനേറ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ കുഞ്ഞിലെ വാക്സിൻ ചെയ്യാത്ത ആളുകൾ, അതുപോലെ തന്നെ ഇത് മുതിർന്ന ആൾക്കാർക്കും വാക്സിൻ ഉണ്ട് ഇതില്. അപ്പോ ഇത് വാക്സിനേഷൻ ചെയ്യാത്ത ആളും അതിന്റെ ബൂസ്റ്റർ ഡോസ് എടുക്കാത്ത ആളുകളും റിസ്കിലുള്ള ആൾക്കാരാണ്. ഇനി ഈ ഡിഫ്തീരിയ പകരുന്ന എങ്ങനെയാന്ന് വെച്ചാല് കൂട്ടമായി ജീവിക്കുന്ന, അതുപോലെ ഡിഫ്തീരിയ അല്ല, വൂഫിംഗ് കഫ് പകരുന്ന എങ്ങനെയാന്ന് വെച്ചാൽ കൂട്ടായിട്ട് ജീവിക്കുന്ന ആളുകൾ, അത് ജീവിത നിലവാരം വളരെ മോശമായിട്ടുള്ള രീതിയിൽ, അതായത് അൺഹെൽത്തി ആയിട്ട് ജീവിക്കുന്ന ആൾക്കാർക്കിടയിലാണ് ഇത് പെട്ടെന്ന് പകർന്നു പിടിക്കുന്നത്.
ഇനി ഇതിന്റെ വാക്സിനേഷൻ എന്താന്ന് വെച്ചാല് ദ ബെസ്റ്റ് വേ ടു പ്രിവെന്റ് വൂഫിംഗ് കഫ് ഈസ് ത്രൂ വാക്സിനേഷൻ. The DTaP vaccine and Tdap vaccine protected against diphtheria, tetanus and pertussis. ഇതില് DPT, DTaP എന്ന് പെൻഡാവാലന്റ് ഈ 3 വാക്സിനും കുട്ടികൾക്കാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ Tdap മാത്രമാണ് അഡൽസിനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ട്രീറ്റ്മെന്റ് ആണ്, അത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഇതിന് ആന്റിബയോട്ടിക് ആണ് കൊടുക്കുന്നത്. ആന്റിബയോട്ടിക് കൊടുക്കുമ്പോൾ കുറച്ച് അസുഖങ്ങൾ കുറച്ച് നമുക്ക് അതിൽ നിന്ന് ഭേദം കിട്ടും. പിന്നെ കോഫിംഗ് റിലീഫ് ആണ്, ചുമയ്ക്ക് കൊടുക്കുന്ന മരുന്നുകളും ഇതിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഹോസ്പിറ്റൽ കെയർ ആണ്. ഹോസ്പിറ്റലിൽ അത്യാവശ്യം സിവിയർ ആയിട്ടുള്ള കേസസിന് ചിലപ്പോൾ നമ്മൾ വെന്റിലേറ്ററിലൊക്കെ ഇട്ടിട്ടായിരിക്കും ചികിത്സിക്കേണ്ടി വരിക. അത്രയും ബുദ്ധിമുട്ട് വരും ഈ ഒരു ചുമ കാരണം. പിന്നെ ഇതിന്റെ പ്രിവെൻഷൻ ടിപ്സ് എന്ന് പറയുന്നത് ഗെറ്റ് വാക്സിനേഷൻ ആൻഡ് കീപ്പ് അപ്പ് വിത്ത് ബൂസ്റ്റർ ഷോട്ട്സ്. അതായത് വാക്സിനേഷൻ ചെയ്താൽ മാത്രം പോരാ, അതിന്റെ ബൂസ്റ്ററും കൂടെ എടുത്തിട്ട് കറക്റ്റ് അത് കൃത്യമായി കൊണ്ട് നടക്കണം. പിന്നെ വാഷ് ഹാൻഡ് ഫ്രീക്വന്റ്ലി, നമ്മുടെ കൈ വൃത്തിയായി സൂക്ഷിക്കുക. അവോയ്ഡ് ക്ലോസ് കോണ്ടാക്ട് വിത്ത് ഇൻഫെക്റ്റഡ് ഇൻഡിവിജ്വൽസ്. അസുഖം ബാധിച്ച ആളുകളുടെ അടുത്ത് ക്ലോസ് കോണ്ടാക്ട് ഇല്ലാണ്ടിരിക്കുക. ഈ അസുഖം ബാധിച്ച ആളുകളെ എപ്പോഴും നമ്മൾ ക്വാറന്റൈനിലാക്കുക. അവരെ ക്വാറന്റൈൻ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു മാർഗം. ഇത്രയാണ് വൂഫിംഗ് കഫ്. ഒരു കാര്യം കൂടെ ഉണ്ട്. രോഗനിർണയം എങ്ങനെയാന്ന് വെച്ചാല് നമ്മൾ പ്രത്യേകം കൾച്ചർ മീഡിയ ഉണ്ട്. ഒരു പ്രത്യേക ഒരു നമ്മൾ കൊറോണ ഒക്കെ ടെസ്റ്റ് ചെയ്ത ആൾക്കാർക്ക് അറിയാം, ഒരു നൂല് പോലെ ഒരു ബെഡ്സ് പോലെ ഒരു സംഭവം ഉണ്ട്. അത് വെച്ചിട്ട് നമ്മുടെ മൂക്കിലൂടെ എടുത്തിട്ട് നമ്മളെ അവിടുന്ന് സ്രവം എടുത്തിട്ടാണ് ഇത് ടെസ്റ്റ് ചെയ്യുക. അതാണ് ഏറ്റവും ബെറ്റർ, നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡില് ഇപ്പൊ നമ്മുടെ ബ്ലഡിന്റെ നമുക്ക് സ്വന്തമായിട്ട് ഒരു സിസ്റ്റം ഉണ്ടല്ലോ. ഒരു അസുഖം വന്നാൽ അതിനെ പ്രതിരോധിക്കാൻ നമ്മുടെ ശരീരത്തിൽ തന്നെ കുറെ ആന്റിബയോട്ടിക് എന്നല്ലേ പറയാം, ആന്റിബോഡി രൂപപ്പെടുത്തും. അപ്പൊ നമ്മുടെ ബ്ലഡില് ആന്റിബോഡി ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ടും കണ്ടുപിടിക്കാം. ഈ 2 രീതിയിലാണ് ഇത് കണ്ടുപിടിക്കുന്നത്. നന്നായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്യാമറ ഓൺ ചെയ്യാൻ മടിയൊന്നുണ്ടായിരുന്നു. നല്ല പ്രസന്റേഷൻ ആയിരുന്നു. റസ്ന മിസ് ഒരു സംശയം ചോദിച്ചോട്ടെ. ഇപ്പൊ ഈ വൂഫിംഗ് കഫ് വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഹെൽത്തിലേക്ക്, ഇപ്പൊ നമുക്ക് മംസ് ഒക്കെ വരുമ്പോ നമ്മള് മറ്റേ ഹെൽത്തിലേക്കൊക്കെ റിപ്പോർട്ട് ചെയ്യണമല്ലോ, അങ്ങനെ റിപ്പോർട്ട് ചെയ്യണോ? ഓൾറെഡി എനിക്ക് ചുമയുള്ളതാണ്. അപ്പൊ നമ്മളിങ്ങനെ എനിക്ക് അലർജിയുടെ ചുമയാണെന്നാണ് നമ്മൾ സാധാരണ നമ്മള് വിചാരിക്കുക. ശരിക്കും എനിക്ക് ഡസ്റ്റ് അലർജി ഉള്ളത് കൊണ്ട് എനിക്ക് ഇപ്പൊ രസ്ന പറഞ്ഞ ഏകദേശം അതേ രൂപത്തിൽ തന്നെ ഉള്ളതാണ്. അപ്പൊ നമ്മളത് അങ്ങനെ എന്റെ വീട്ടില്, അത് നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ വന്ന ആ ആൾക്കും ആ ചുമ വരുന്നുണ്ടെന്ന് പറയണ്ട, അതുകൊണ്ട് ചോദിച്ചതാ. വരുന്നുണ്ട്. എന്റെ വീട്ടില് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഈ എന്റെ ആങ്ങളക്ക് ഈ അസുഖമുണ്ട്. അപ്പൊ അവനക്ക് ഇത് വന്നു കഴിഞ്ഞാൽ അവന്റെ അടുത്തേക്ക് പോകുമ്പോഴാണ് എനിക്ക് കൂടുതലും എനിക്ക് വരാറ്. അതുകൊണ്ട് ഞാൻ അവനക്ക് ചുമയുള്ള സമയത്ത് ഇനിയിപ്പൊ ഇങ്ങോട്ട് വരത്തില്ല. ഞാൻ അതുകൊണ്ട് ചോദിച്ചതാട്ടോ. പക്ഷെ നമ്മള് പ്രിക്കോഷൻ എടുത്താൽ മതി. പിന്നെ ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, കഫ് ഉണ്ടാവുന്ന ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ല, അങ്ങനത്തെ ടെസ്റ്റ് ഒന്നും ഇതുവരെയായിട്ട് ചെയ്തിട്ടില്ല. പക്ഷെ ഈ ചുമ ഞങ്ങൾക്ക് അവനിക്ക് വന്നു കഴിഞ്ഞാൽ അവൻ ഇവിടെ വന്ന് എനിക്ക് എന്തായാലും വരും. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഹോസ്പിറ്റലിൽ ഒരേ ഹോസ്പിറ്റലിൽ തന്നെ പോയപ്പോ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ അലർജിയുടെ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ രസ്ന പറഞ്ഞപ്പോ എനിക്ക് അതേപോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ചുമക്കുമ്പോ ഇങ്ങനെയാണ്. ആദ്യം ഞാൻ ചുമച്ച പിന്നെ ചുമച്ച് ചിലപ്പോ മൂത്രം പിടിച്ചു വെക്കാൻ പറ്റില്ല. അങ്ങനത്തെ സമയം വരെ നടന്നിട്ടുണ്ട്. അപ്പൊ 100 ദിവസം വരെ ചുമ നിൽക്കാറുണ്ടോ? എനിക്ക് നിൽക്കാറുണ്ട്. 100 ദിവസം എന്നല്ല, നമുക്കൊരു ഒരു 2 മാസമൊക്കെ നമുക്ക് ഈ പൊടി കൂടുതലായിട്ട് ഇനിയിപ്പോ വരാൻ പോകുന്ന സീസണിൽ എനിക്ക് എന്തായാലും 100% ഉണ്ടാവും. അപ്പൊ നമ്മളിത് അലർജിയുടെ ആണെന്നാണ് ഡോക്ടർമാർ നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ മരുന്ന് ഞാൻ ആ സമയമാകുമ്പോൾ ഡോക്ടറെ അടുത്ത് പോയിട്ട് മേടിക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ ഇങ്ങനെ അലർജിയുടെ ആണോ എന്നറിയാനാണ് ഇപ്പൊ ചോദിച്ചത്. ഇനി വരുമ്പോ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് കൺഫേം ചെയ്യും, ആണോ അല്ലെങ്കിൽ അലർജിയുടെ ആണോ എന്ന് കൺഫേം ചെയ്യും. കാരണം നമ്മളപ്പോ ഇങ്ങനെ സെപ്പറേറ്റ് ഇങ്ങനെ പറയണോ, ഇങ്ങനെ ഈ ടെസ്റ്റ് ചെയ്യാനാന്ന് പറയണോ അല്ലേ? ഇല്ല, ഇത് ഭയങ്കര സ്ഥിരമായിട്ട് വരുന്നുണ്ട്. അപ്പൊ അലർജിയുടെ തന്നെയാണ്. നമുക്കൊന്ന് എത്ര ടൈപ്പ് ചുമയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞാൽ മതി. അറിയാൻ വേണ്ടിയിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അല്ല, ഞങ്ങൾക്ക് ഇങ്ങനെ പകരാറുണ്ട്. ഈ ഉല്ലുവിന്റെ എന്റെ ആങ്ങളയുടെ ഷെയറാരൊക്കെ വീട്ടിൽ വരുമ്പോ അവര് പറയാറുണ്ട് അവനക്ക് ചുമയുള്ളപ്പോ ഞങ്ങൾക്കും അത് വരാറുണ്ട്. അപ്പൊ ഞങ്ങള് വീട്ടിൽ ഈ മറ്റു കിളികളുണ്ട്, ലവ് ബേർഡ്സ്. അപ്പൊ ലവ് ബേർഡ്സിന്റെ ആണ് ഞങ്ങൾ അവരോട് പറയും. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ എനിക്ക് തോന്നുന്നു അതിന്റെ അല്ല എന്ന് തോന്നുന്നു. ഇപ്പോ നമ്മളിപ്പോ ഒരു അസുഖത്തെ ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോഴല്ലേ നമുക്ക് അറിയുള്ളൂ.
എല്ലാ സീസണിലും വന്നു പോകുന്നതാണെങ്കിൽ അതൊരു അലർജിക്ക് തന്നെ ആയിരിക്കും. അല്ലാതെ ആ പർട്ടിക്കുലർ ടൈമിൽ മാത്രം വരുന്നെങ്കിൽ അങ്ങനെ ആയിരിക്കും അന്ന്. അല്ല അതേപോലെ ഇനി വരാണെങ്കിൽ ഡോക്ടറെ കണ്ട് ആണോന്ന് സംശയം നോക്കും. കാരണം സീസണിൽ ഇപ്പൊ വരും, പൊടിയുടെ സീസൺ വരാണ്, അല്ലെങ്കിൽ സമ്മർ സീസൺ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ചുമ അങ്ങനെ വരാണെങ്കിൽ അത് ചിലപ്പോൾ എല്ലാ പ്രാവശ്യം വരുന്നത് അലർജിയുടെ ആയിരിക്കും. ചുമ എന്ന് പറഞ്ഞാൽ നമ്മൾ നിസ്സാരമായിട്ട് നമ്മൾ സാധാരണ ഇങ്ങനെ ചുമക്കണ പോലെയല്ല. ചുമച്ച് കഴിഞ്ഞ് നമ്മൾ ഉദ്ദേശിച്ചെടുത്ത് നിൽക്കൂല. ഭയങ്കര ചുമ, ഭയങ്കര ഒച്ചയുമാണ് അതിന്. ഭയങ്കര ഒച്ച എന്ന് പറഞ്ഞപ്പോ ജസ്റ്റ് പറയാം, ആദ്യം നല്ല ഒച്ചയിലുണ്ടാവും, പിന്നെ ഇങ്ങനെ മുട്ടുള്ള ഒരു ശ്വാസം. എന്റെ വാപ്പാക്ക് ഉണ്ട് ഇതുപോലെ. വാപ്പ ഇപ്പൊ മറ്റേ രാജഗിരിയിൽ ഇപ്പൊ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുക. ആളിങ്ങനെ തല കറങ്ങി വീഴും ബോധമില്ലാതെ ഈ ചുമ വന്നാല്. നല്ല ഒരു കൊണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ആ ഡോക്ടർ എല്ലാം ക്ലിയർ ആയിട്ട് നമുക്ക് പറഞ്ഞു തരും. വാപ്പാടെ ഇപ്പൊ എല്ലാം മറ്റേ എക്സ്റേ എല്ലാം CT സ്കാൻ എല്ലാം ചെയ്താണ്. പക്ഷെ വാപ്പാക്ക് പറഞ്ഞിരിക്കുന്നത് അലർജിയുടെ ആണെന്നാണ്. ഞങ്ങൾക്ക് എല്ലാം ഏകദേശം. പക്ഷെ ഈ രസ്ന പറഞ്ഞപ്പോ ഞാൻ കൂടുതൽ അതിനോട് എനിക്ക് കൂടുതലും എന്താ പറയാ പറഞ്ഞ അസുഖം കൂടുതൽ ചേർച്ചയായിട്ട് തോന്നി. അതുകൊണ്ട് ചോദിച്ചതാണ്. നമ്മൾ ഹെൽത്തിലേക്ക് അറിയിക്കണോ അതോ ഹെൽത്തിൽ നിന്ന് വല്ല വിവരം തേടണോന്ന്. മാം അലർജിയുടെ സംഭവം ഉണ്ടെങ്കിൽ എനിക്ക് ഇതുപോലെ തുമ്മലുണ്ട്, ഭയങ്കരമായിട്ട് തുമ്മലാണ്. നേരത്തെ ഒന്നും ഉണ്ടായില്ല, പക്ഷെ ഇപ്പൊ പൊടി അടിക്കുമ്പോൾ ഭയങ്കര തുമ്മൽ വരുന്നുണ്ട്. അതെന്റെ ഉമ്മച്ചിക്ക് ഉണ്ട് അതുപോലത്തെ തുമ്മല്, സെയിം അതേപോലത്തെ തുമ്മൽ. അപ്പൊ നമ്മുടെ വാപ്പാമാർക്കൊക്കെ ഉണ്ടെങ്കിൽ പാരമ്പര്യമായിട്ട് ഇതുപോലെ അലർജി പാരമ്പര്യമായിട്ട് ഉണ്ടാവും. സിനോ അലർജിയുടെ സംഭവം പാരമ്പര്യമായിട്ട് ഉണ്ടാവലുണ്ട്. ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കോട്ടെ. അറിയാൻ പറ്റില്ല. അതേപോലെ ഡൗട്ട് ഉണ്ടെന്ന് ഡോക്ടറോട് ചോദിക്കാം. ഡോക്ടർ പറയുന്നത് അതൊന്നല്ല. അല്ല, ഇത് നീണ്ട് നമുക്കൊരു ഒരു 2 മാസമൊക്കെ നമുക്ക് നീണ്ട് നമുക്കൊരു സദസ്സിൽ പോലും പോകാൻ പറ്റാതെ നല്ലൊരു നീണ്ട്, അത് എപ്പോഴും ഒന്നുമില്ല, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് നമുക്ക് കയറി. പിന്നെ അത് നമ്മളെ അങ്ങോട്ട് കുറേയും, അതായത് നമ്മൾ കുറച്ച് നേരത്തേക്ക് ആ ചുമ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ അങ്ങ് പോകും. പിന്നെ അത് കുറെ നേരത്തേക്ക് ഉണ്ടാവില്ല. പക്ഷെ ആ വരുന്നത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. ചില സമയം എന്റെ വാപ്പാക്ക് പ്രത്യേകിച്ചുണ്ട്. വാപ്പാക്ക് ശ്വാസം മുട്ടായിട്ട് വാപ്പ വീണിട്ടുണ്ട്. അതായത് വാപ്പ വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ വാപ്പ ചുമ വന്നാലും വണ്ടി നിർത്തി. കാരണം ഒരു തവണ അതുപോലെ വണ്ടി ചെന്ന് KSRTC ബസ്സിന്റെ മറ്റു ചെന്ന് കയറി. കാരണം മാക്ക് ചുമ വന്നിട്ട് നിർത്താൻ പറ്റാതെ. അപ്പൊ ഞങ്ങളിപ്പോ എപ്പോഴും പറയും സൂക്ഷിക്കണേന്ന്. അതുകൊണ്ട് അപ്പൊ ഈ രസ്ന പറഞ്ഞപ്പോ എനിക്ക് കൂടുതൽ അതിനോട് ഒരു ഇത് തോന്നി. അപ്പൊ ഇനിയിപ്പൊ അങ്ങനെയാണോ, ഈ വാപ്പാനോട് അത് പറയാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ. നമുക്കത് അതിനോട് ടെസ്റ്റ് ഒക്കെ നടത്താലോ വേണമെങ്കിൽ. അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ട്രീറ്റ്മെന്റ് എടുക്കാന്നല്ലേ പറഞ്ഞത്. ഒന്ന് ചോദിച്ചു നോക്ക്. ഒന്ന് ചോദിച്ചു നോക്ക് അതാണോ ചോദിച്ചു നോക്ക്. കാരണം ഇമ്മ്യൂണിറ്റി കുറഞ്ഞവരെയാണ് അത് കൂടുതലായിട്ട് അഫക്ട് ചെയ്യുന്നത്. കുട്ടികളെയും അതേപോലെ മറ്റു അസുഖങ്ങളുള്ളവരെയാണ് അഫക്ട് ചെയ്യുന്നത്. ഇപ്പൊ മോനും അതേപോലെ തന്നെ ആങ്ങൾക്കും പാപ്പയ്ക്കും ഒക്കെ അത്യാവശ്യം ഇമ്മ്യൂണിറ്റി ഉണ്ടാവുമല്ലോ. അപ്പൊ ചിലപ്പോ അത് ഈ അസുഖമായിരിക്കില്ല, സാധാരണ നോർമൽ ആയിട്ടുള്ള എന്തെങ്കിലും അലർജിയോ മറ്റു ചുമയോ ഒക്കെ ആയിരിക്കും. അങ്ങനെ ആവട്ടെ. ഓക്കെ, അതെ. ഓക്കെ, താങ്ക് യു മാം. ഓക്കേടാ. ഇനി അടുത്ത അസുഖം ഏതാണ് മാം? ഈ അക്കേഷ്യ എന്ന് പറയുന്ന മരം ഉണ്ടെങ്കിൽ അടുത്ത് നമ്മുടെ ചുറ്റുപാടുണ്ടെങ്കിൽ നമുക്ക് അലർജി വരും. ഈ ചുമ, തുമ്മല്. അക്കേഷ്യ അങ്ങനെ ഒരു ഇതുണ്ട്. അത് പൂത്ത് കഴിഞ്ഞാൽ ഭയങ്കര അലർജിക് ആവും. ഞങ്ങൾ താമസിക്കുന്ന അവന്റെ വെച്ച് പിടിപ്പിച്ചേക്ക ഈ അക്കേഷ്യ എന്ന് പറയണത്. അവര് വെട്ടില്ല സംഭവം, അവര് വെച്ച് പിടിപ്പിച്ച പറഞ്ഞിട്ട്. അത് വെട്ടില്ല. കാരണം കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വീടിനടുത്തല്ല, ഞങ്ങൾക്ക് പറമ്പുണ്ട്. വീടിനോട് കുറച്ച് മാറിയിട്ടാണ് ആ പറമ്പ്. അപ്പൊ അവിടെ കുഞ്ഞു കുട്ടികളുണ്ട്, ചെറിയ കുട്ടികളുണ്ട്. അപ്പൊ ഒരു ദിവസം വന്നിട്ട് അവിടുത്തെ ആ കുട്ടികളുടെ അച്ഛൻ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, ഈ മരം വെട്ടണം, കാരണം കുട്ടികൾക്ക് എപ്പോഴും വയ്യാണ്ടാവാന്ന്. അപ്പൊ ഞങ്ങൾക്ക് അറിഞ്ഞു എന്ത് മരമാണെന്നോ. ഞങ്ങൾ ആ പറമ്പ് വാങ്ങിച്ചിട്ടുള്ളൂ. ഞങ്ങൾ ചെന്ന് നോക്കിയപ്പോ ഈ മരമാണ്, ആ മരമാണ്. അപ്പൊ അതുകൊണ്ട് ആരും വെട്ടില്ല എന്ന് പറഞ്ഞു. സോ ഞങ്ങൾ എന്നിട്ട് പുറത്തുനിന്ന് ഒരാളെ വിളിച്ചിട്ട് അതിങ്ങനെ കട്ട് ചെയ്ത് കളയില്ല, എന്തോ ചെയ്ത് വേറെപ്പാട് ഇങ്ങനെ എന്താണ് ചെയ്തത്, ഇങ്ങനെ താഴത്തുനിന്ന് എടുത്തുകൊണ്ട് പോയിട്ട് മാറ്റുകയാണ് ചെയ്തത്. അപ്പൊ അത് കുറച്ച് പൈസയും ചെലവായി. ഞങ്ങൾ വേഗം ചെയ്ത് കൊടുക്കുകയും ചെയ്തു. കാരണം കുട്ടികൾക്ക് വയ്യാണ്ടാവണം എന്നൊക്കെ പറഞ്ഞപ്പോ മാഷ് പറഞ്ഞു, ഹസ്ബൻഡ് പറഞ്ഞു അതങ്ങനെ അങ്ങനെ മാറ്റി കൊടുത്തു. ഓക്കെ, മെർക്കുറി ഇട്ടാ മതി എന്ന് പറയും ചെടി ഇതാവാനേ. മെർക്കുറി ഇല്ലേ? മെർക്കുറി ഞങ്ങളുടെ ഇവിടെയൊക്കെ മെർക്കുറി ഓരോരുത്തർ കൊടുന്നിടും. കാരണം ജനിക്കുന്ന കുട്ടികൾക്ക് വരെ അലർജിക്കാണ്. ഇവിടെ ഉള്ള ഒരുവിധം എല്ലാ കുട്ടികൾക്കും ഈ ശ്വാസം മുട്ടല്, തുമ്മല്, ചുമ എല്ലാം ഉണ്ട് ഇവിടെ വന്നതിന് ശേഷം.
എനിക്കും അങ്ങനെ തന്നെ വന്നു. ഞാനിപ്പോ സ്പ്രേ ചെയ്യുന്ന ആളാ. മാം അത് ഏതാ പ്ലാന്റ് ഒന്ന് കാണിക്കാൻ പറ്റുമോ? രേഷ്മയുടെ അടുത്തുണ്ടോ? ഞാൻ ഗ്രൂപ്പിലിടാം മാം. ഓക്കേടാ. അതിന് ചെറിയ ഇലകളാണെന്ന് തോന്നുന്നുണ്ട് അല്ലേ? അതെ, അതേപോലെ നമ്മൾ ഈ മേടിക്കുന്ന ഫർണിച്ചേഴ്സ് ഇല്ലേ, ഫർണിച്ചേഴ്സ് അത് ചിലപ്പോ ഈ അക്കേഷ്യയുടെ ആയിരിക്കും. വില കുറഞ്ഞിട്ടുള്ള നമ്മൾ മേടിക്കുന്ന ഫർണിച്ചേഴ്സ് അതുണ്ടെങ്കിൽ കൂടി നമുക്ക് അലർജി വരും ഇത്ര വീട്ടില്. ഒന്ന് ഇമേജ് ഇട്ട് കൊടുത്താൽ മതി. നമ്മളിനി പറയാൻ പോകുന്ന അസുഖമാണ് ടെറ്റനസ്. ആരാ പ്രിപ്പയർ ചെയ്തിരിക്കണേ? അമ്പിളി. ഈ അമ്പിളിനെ ഞാൻ നേരത്തെ വിളിച്ചിട്ട് കാണാനുണ്ട് ഫ്രെയിം കാണിക്കാനായിട്ട്. എവിടെയിരുന്നു? ഞാൻ ഫ്രെയിം വെച്ചായിരുന്നു, പക്ഷെ അത് ഫ്രണ്ട് ക്യാമറ ആയിപ്പോ എന്റെ ബാക്ക് ക്യാമറ വന്നില്ല. ഞാൻ ചെയ്തായിരുന്നു, ഒരു റോസ് കളറായിരുന്നു. ഓക്കേടാ, പ്രസന്റ് ചെയ്തോട്ടെ ടെറ്റനസ്. ഓക്കെ ഫ്രെയിം കണ്ടു കേട്ടോ. ഓക്കെ നല്ലതാണ്. സ്ലൈറ്റ് ആണോടാ? ആ സ്ലേറ്റിലാണ് ചെയ്തേക്കണത്. ഓക്കേടാ. ഓക്കെ, ഞാൻ സംസാരിക്കാൻ പോകുന്ന ടെറ്റനസിനെ കുറിച്ചാണ്. ക്ലോറസ്ട്രീഡിയം ടെറ്റനി എന്ന ഒരു ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നത് മൂലം ഉണ്ടാവുന്ന ഒരു മാരകമായ ഒരു അസുഖമാണ് ടെറ്റനസ് എന്ന് പറയുന്നത്. ഈ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നത് നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന ചെറിയ ചെറിയ മുറിവുകളിലൂടെയാണ് പ്രധാനമായിട്ട് നമ്മുടെ ശരീരത്തിൽ എത്തുന്നത്. അതായത് ഈ പൊടിപടലങ്ങളിലൂടെയും മണ്ണിലൂടെയും ഡേർട്ടി വാട്ടറിലൊക്കെ കുഞ്ഞുങ്ങൾ വീഴുകയോ മറ്റൊക്കെ ചെയ്യുമ്പോഴൊക്കെ ദേഹത്ത് മുറിവുണ്ടാവുകയും ആ മുറിവിലൂടെ ഈ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുകയും ചെയ്യും. അതിനാൽ മുറിവുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചിട്ട് മുറിവ് പറ്റിയ ഭാഗം വൃത്തിയായിട്ട് കഴുകി സൂക്ഷിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ ക്ലോറസ്ട്രീഡിയം ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ടെറ്റനോസ്പാസ്മിൻ എന്ന വിഷവസ്തു ഉണ്ടാവുകയും അത് നമ്മുടെ പേശികളെ പല രീതിയിൽ ബാധിക്കുകയും ചെയ്യാറുണ്ട്. പ്രധാനമായിട്ട് പേശികളിൽ കോച്ചിപിടുത്തം എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഈ രോഗാണു ശരീരത്തിൽ പ്രവേശിച്ചാൽ 3 മുതൽ 21 ദിവസത്തിനുള്ളിലാണ് അതിന്റെ ലക്ഷണങ്ങൾ പ്രകടമായി തുടങ്ങുന്നത്. തലച്ചോറിൽ നിന്ന് നിന്നുള്ള ഈ മുറിവിലേക്കുള്ള ദൂരം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. മുറിവിലേക്കുള്ള ദൂരം കൂടുന്തോറും ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങാനുള്ള കാലതാമസവും വരാറുണ്ട്. അതുപോലെ അതിന്റെ തീവ്രത കുറയുകയും ചെയ്യും. എന്നാൽ തലച്ചോറിന് സമീപമുള്ള മുറിവുകൾ കൂടുതൽ അപകടകരമായിരിക്കും. മുഖത്തും മറ്റും ഇത് ഇങ്ങനെ മുറിവ് സംഭവിക്കുകയാണെങ്കിൽ വളരെ വേഗം ലക്ഷണങ്ങൾ വരികയും അത് വളരെ തീവ്രത കൂടിയ നിലയിലുമായിരിക്കും. രോഗാണു നമ്മുടെ മുഖത്തോ അല്ലെങ്കിൽ തലയിലോ ഒക്കെ ഉണ്ടായിട്ടുള്ള മുറിവുകളിലാണെങ്കിൽ കാൽപാദങ്ങളിൽ ഉണ്ടാകുന്ന മുറിവിനേക്കാൾ വേഗം ലക്ഷണങ്ങൾ കാണിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഈ തലയിലൊക്കെ ഉണ്ടാകുന്ന മുറിവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ വളരെ അപകടകരമായ രീതിയിലും ആയിരിക്കും. ഇനി ടെറ്റനസിന്റെ ലക്ഷണങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ആദ്യമേ സൂചിപ്പിച്ചതുപോലെ തന്നെ അണുബാധ ആരംഭിച്ച ഏകദേശം 3 മുതൽ 21 ദിവസത്തിനുള്ളിലാണ് ലക്ഷണങ്ങൾ കാണുന്നതെന്ന് ഫസ്റ്റ് ഞാൻ പറഞ്ഞിരുന്നു. കാണുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഉയർന്ന നിലയിലുള്ള താപനില, താടിയെല്ലുകളുടെ പേശി വലിവ്, തലവേദന, ഉയർന്ന രക്തസമ്മർദ്ദം, ഫുഡ് കഴിക്കാനുള്ള ബുദ്ധിമുട്ട്, ഉയർന്ന ഹൃദയമിടിപ്പ് ഇവയെല്ലാം നമ്മൾ പ്രകടമായി കാണുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഇനി ടെറ്റനസ് തടയുന്നതിന് ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്ന ഒരു ഗർഭിണിയായിരിക്കുമ്പോൾ നമ്മൾ തുടങ്ങുകയാണ് ചെയ്യുന്നത്. അതായത് ഗർഭിണിയാണെന്ന് അറിയുന്ന സമയത്ത് ആദ്യ ഡോസ് നൽകുന്നു. 16 അല്ലെങ്കിൽ 20 ആഴ്ചകൾക്കുള്ളിൽ ഫസ്റ്റ് ഡോസ് നൽകും. അതിനുശേഷം 1 മാസത്തിന് ശേഷം നമ്മൾ സെക്കൻഡ് ഡോസ് നൽകും. ഇത് നൽകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് വേണ്ടിയിട്ടല്ല, ജനിക്കാനിരിക്കുന്ന കുഞ്ഞിന് വേണ്ടിയിട്ടാണ് നൽകുന്നത്. ഈ വാക്സിൻ എടുക്കുമ്പോൾ നമുക്ക് ഇടത്തെ കയ്യിലാണ് പൊതുവെ എടുക്കാറുള്ളത്. ഈ ഷോട്ട് നൽകിയ കയ്യില് നല്ല വേദന അനുഭവപ്പെടാറുണ്ട്, നീറുവീക്കം സംഭവിക്കാറുണ്ട്, ചുവപ്പ് ആ ഭാഗത്തൊരു ചുവപ്പ് കളർ
വരാറുണ്ട്. പിന്നെ തലവേദന, ചെറിയ പനി, ക്ഷീണം, പേശി വേദന എന്നിവയെല്ലാം വരാൻ ചാൻസ് ഉണ്ട്. ഈ വാക്സിൻ എടുത്തത് കൊണ്ട് നമുക്ക് ശരീരത്തിന് വേറെ ദോഷഫലങ്ങളൊന്നും ഉണ്ടാവാൻ ഇടയില്ല. ഗർഭിണികൾക്ക് TT എടുക്കുന്ന അവരുടെ കുഞ്ഞുങ്ങൾക്ക് രോഗം വരാനായിരിക്കും ആണ് എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഇനി കുഞ്ഞ് ജനിച്ച് 6, 10, 14 ആഴ്ചകളിൽ പെൻറ്റാവാലന്റ് വാക്സിൻ പിന്നീട് ബൂസ്റ്റർ ഡോസ് ആയിട്ട് 1.5 വയസ്സിൽ DTP, 4.5-നും 5-നും ഇടയിലുള്ള പ്രായത്തിലെ DTP ബൂസ്റ്റർ ഡോസും നൽകും. 10 വയസ്സിനും 16 വയസ്സിനും ഇടയിൽ TT എടുക്കണം. വീണ്ടും 10 വർഷത്തിനൊരിക്കൽ TT എടുക്കണം. ഇത്തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ടെറ്റനസിനെ തടയാനായിട്ട് സാധിക്കും. താങ്ക് യു. ഓക്കെ, നന്നായിരുന്നു കേട്ടോ. സോ നമ്മൾ ഇന്ന് 3 അസുഖത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ലെക്ചർ നോട്ട്സ് നിങ്ങൾ എല്ലാവരും കംപ്ലീറ്റ് ചെയ്യണം. 3 പേരും പ്രസന്റ് ചെയ്യുന്നത് വളരെ മനോഹരമായും വ്യക്തമായാണ് പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ 3ന്റെയും ലെക്ചർ നോട്ട്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം, 3 അസുഖങ്ങളുടെയും. ഓക്കെ, അപ്പോ ഇനി ബാക്കിയുള്ളത് നെക്സ്റ്റ് വീക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി പോളിയോ ഉണ്ട്, മീസിൽസ്, റുബെല്ല ഉണ്ട്. അപ്പൊ അടുത്ത വീക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ലോക്ജോ ഡിസീസ് എന്നും പറയും, അതങ്ങനെ പറയാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വീക്ക് ഇതായിരിക്കും. ഓക്കെ, രാവിലെ കുഴപ്പമില്ല, അത് പറയാറുണ്ട്. നമ്മൾ ടെസ്റ്റുകൾ എഴുതിയിട്ടുണ്ട്, റീഡ് ചെയ്യുമ്പോൾ നോക്കാം. ഓക്കെ, പിന്നെ സൈൻ ഔട്ട് ആരാ പറയുന്നേ? ഞാനാണ് മാം. ഞാൻ ഇന്നലെ ഒരു തിരുക്കുറൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ആ കുറലില് ആദ്യത്തെ കുറലാണ് ഇന്ന് ഞാൻ പറയുന്നത്. അകര മുതല എഴുത്തെല്ലാം ആദി ഭഗവൻ മുതற்றേ ഉലക്. അതായത് അക്ഷരങ്ങളെല്ലാം അക്ഷരങ്ങളുടെ ഇനീഷ്യലുകളാണ്. അതുപോലെ തന്നെ ലോകവും ഭഗവാന്റെയാണ്. അക്ഷരങ്ങളിൽ എങ്ങനെയാണോ A, A എന്ന ആദ്യത്തെ അക്ഷരം വരുന്നതോ അതുപോലെയാണ് ഭഗവാനും. നമ്മുടെ എല്ലാ ജീവികളിലും ആദ്യമായിട്ട് നമ്മൾ അറിയുന്നത് ഭഗവാനെയാണ്. അതാണ് ഇതിന്റെ അർത്ഥം മാം. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച് ഫോർ യുവർ വണ്ടർഫുൾ ക്ലാസ്. താങ്ക് യു. സൈൻ ഔട്ട് ബൈ ജ്യോതി. ഇന്ന് ഞാനാണോ ക്ലാസ് എടുത്തത്? ഇന്ന് ഞാനല്ലോ ക്ലാസ് എടുത്തത്. ആരൊക്കെയായിരുന്നു? ഇന്ന് ക്ലാസ് എടുത്ത എല്ലാവർക്കും, രസനിക്കും, അമ്പിളിക്കും, പിന്നെ ആരാണ് ആദ്യമായിട്ട് അതിനെ പറഞ്ഞു? മോനിഷ. എല്ലാവരും അടിപൊളിയായിരുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച്. ഈ ഇൻഫർമേഷൻ ഒക്കെ എല്ലാവർക്കും ഒരു ഉപകാരമായിരിക്കും. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ. നിങ്ങളുടെ ക്ലാസ് വളരെ മനോഹരമായിരുന്നു. താങ്ക് യു മാം. താങ്ക് യു മാം. നമുക്ക് കണ്ടിന്യൂഷൻ നോക്കാം കേട്ടോ. ഒന്നും കൂടി നിങ്ങൾ ബാക്കിയുള്ളവര് നന്നായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നല്ല രീതിയിൽ അവതരിപ്പിക്കാം. താങ്ക് യു ഓൾ. താങ്ക് യു മാം.